ഹായ്, അപ്പോൾ പ്രിൻസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് കപ്പ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ ബിരിയാണി കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് ചാനൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഇന്നെന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മാക്ക് പെട്ടെന്നാണ് കേട്ടോ കപ്പ ബിരിയാണി തിന്നേണ്ട പൂതി വന്നത്. അപ്പോൾ അങ്ങനെ എന്താ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലയുടെ അളവൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ, എല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. അപ്പം പിന്നെ ആവശ്യത്തിന് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരിൽ പോയ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യമംഗലത്ത് പോയ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിട്ട പേരാണ്. പിന്നെ ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ. അപ്പം നമ്മൾ സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയേ. പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലകളൊക്കെ ബീഫിൻ്റെ എല്ലാ സൈഡും അങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നിങ്ങൾ ഇത് കുറച്ച് നേരം കാണൂ ഗീസ്. അപ്പം ഇതാണ് ലാസ്റ്റ് നമ്മൾ ഇളക്കിയിട്ടുള്ള ലുക്ക്. അപ്പം നമ്മൾ കുക്കർ അടച്ചു വെച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് അത് വേവിക്കാൻ വെക്കുക. പിന്നെ നമ്മൾ കപ്പയാണെങ്കിൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അണുക്കളൊക്കെ പോയതിന് ശേഷം കുക്കറിലോട്ടേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനും ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലല്ലേ കപ്പൊക്കെ ഒരു മഞ്ഞ നിറമൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വേവിക്കാൻ വെക്കുക കേട്ടോ. ദേ ഒരു സൈഡ് ബീഫ്, ഒരു സൈഡ് കപ്പ. അപ്പം ഫുൾ സെറ്റാണ് ഗൈസ്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് തേങ്ങ, ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ ഇതാ മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മീറ്റ് മസാല, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇതെല്ലാം കൂടെ ഈ തേങ്ങ വറുത്തതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും, മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും. ആ പൊടിച്ചെടുത്തത് കൂടെ നമ്മൾ ഈ കപ്പയ്ക്കകത്തും ഇറച്ചിക്കകത്തും കൂടെ ചേർക്കും കേട്ടോ. ഇറച്ചിയുടെ അപ്പുറത്തുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചിട്ടുണ്ട്. കപ്പയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കും. അതാണ് നമ്മുടെ സൂപ്പർ കപ്പ ബിരിയാണി. മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാകാനും നിൽക്കാൻ പറ്റുന്നില്ല. ക്ഷീണം പിടിച്ചോ, അമ്മാതിരി ചൂടുണ്ട്. ആൾക്ക് BP കുറഞ്ഞോ കൂടിയോ? കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. വല്ലാണ്ട് അസ്വസ്ഥതയാണോണ്ട് തലയും ചുറ്റും. എന്നാലും വിട്ടുകൊടുക്കൂല. എന്നാലും വിടൂല, എനിക്കിത് കഴിക്കണം. പെട്ടെന്നൊരു കൊതി തോന്നിയ കേട്ടോ. എന്നിട്ട് എനിക്ക് കപ്പ ബിരിയാണി തിന്നണം. അങ്ങനെ പെട്ടെന്നാക്കിയതാ. ഓടിപ്പോയി ഇറച്ചിയൊക്കെ മേടിച്ച് അല്ലേ. നമുക്ക് വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുതരും. പക്ഷെ അതൊന്നും കാക്കാനുള്ള ക്ഷമയില്ല. കാരണം വല്ലാണ്ട് ക്ഷീണം പിടിക്കുന്നു. വല്ലാതെ ക്ഷീണമാകുന്നുണ്ട് എനിക്ക്. ഇതൊക്കെ ആക്കി നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. കഷ്ടപ്പെട്ടാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. നിങ്ങൾ വ്ളോഗ് കാണല് വളരെ കുറവാണ്. പറഞ്ഞുതരാം. നിങ്ങൾ ഷോർട്സ്, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഭംഗിയുള്ളത് മാത്രം നിങ്ങൾ കണ്ടാൽ പോരാ. നിങ്ങൾ വ്ളോഗും കൂടി കാണണം. കാരണം വ്ളോഗിന് വ്യൂവേഴ്സ് കുറവാണ്. അത് മാത്രമല്ല ഷോർട്സിനാണെങ്കിൽ 1.5K വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിലും ലൈക്ക് കുറവാണ്, കമൻറ്റ് കുറവാണ്. നിങ്ങളത് വെറുതെ കണ്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം. നമ്മളെ പോലെയുള്ളവരൊക്കെ വളർന്നു വരുള്ളൂ. അതന്നെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. പോകുന്ന ചില ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ 9, 10 അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ വിഷുവിൻ്റെ എല്ലാം 62 വ്യൂവേഴ്സേ ഉള്ളൂ. ഷോർട്സിന് നിങ്ങൾ എത്രയാണോ കാണുന്നത്, ചിലതിനൊക്കെ 2K ഒക്കെ ഉണ്ടല്ലോ.
അതേപോലെ നിങ്ങൾ വ്ളോഗും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോവണ്ടേ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു തരണം അല്ലേ. അതന്നെ. അപ്പോൾ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് പൊടിച്ചിട്ട് കാണിച്ചു തരാവേ. ഉമ്മ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഈ കപ്പ ബിരിയാണി ആക്കിയില്ലേ, ഇതിന്റെ വ്ളോഗ് നമ്മൾ ഇട്ടു. അപ്പൊ ഇതിന് എത്ര വ്യൂവേഴ്സ് ഉണ്ടാവും എന്നാണ് ഉമ്മാന്റെ പ്രതീക്ഷ? മാക്സിമം ഒരു 500 പേര്. 500 പേരോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? കപ്പ ബിരിയാണി ആയതുകൊണ്ട്. ബിരിയാണിക്ക് വ്യൂവേഴ്സ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇനിയിപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ ആയി ഒക്കെ അടിച്ച് വാരിയതിന് ശേഷം ഒന്ന് കുളിച്ചാലല്ലേ സമാധാനാവും അല്ലേ. കുളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിരുന്ന് പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈം ആവുമ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നിലത്തങ്ങ് ഇടുക. പഴം വേണം. പഴം നിന്നിട്ട് വരട്ടെ. ഈ വ്ളോഗ് എടുക്കുമ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കും, അത് വീഡിയോ എടുക്കും, അത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഒരു സൈഡ് ബിസിനസ്സൊക്കെ ചെയ്യണ്ടേ. എന്താ ഇപ്പൊ തിന്നേ? പഴം. അത്ര പഴം തിന്നു? ഇവിടെ പഴമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു കൊട്ടയുണ്ട്, ആ കൊട്ടയ്ക്കകത്ത് വെക്കും. എന്നിട്ട് അത് ചീഞ്ഞ് കഴിഞ്ഞാൽ എടുത്തങ്ങ് കളയും. അപ്പം നമ്മൾ ഇപ്പം എനിക്ക് ഷുഗറും കുറയുന്നുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ആണോ എന്നറിയത്തില്ല. വല്ലാണ്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടാവും. ഞാനൊരു പഴം എടുത്ത് കഴിച്ചു നോക്കിയത്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വെച്ച് പഴം വേണം അല്ലേ? ഞാൻ മാത്രം തിന്നാൽ പോരില്ല. പഴം തിന്നു ഗൈസ്. നമ്മൾ നേരത്തെ തേങ്ങ ഇവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. പഴുത്തൊരു കഴിഞ്ഞിട്ടെടുത്ത് അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഏകദേശം. പിന്നെ നമ്മൾ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരും. എന്താ ബീഫ് വേവിച്ച് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊടിച്ച സാധനങ്ങളാണ് ഇത്. അപ്പോൾ അത് ഈ കപ്പയും എല്ലാം കൂടെ ഇറച്ചിക്കകത്തിട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കും കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പം നമുക്ക് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കേട്ടോ ബാബു, നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്, പറയണമെന്ന് ആലോചിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതിൻ്റെ അകത്ത് 2 നല്ല നെയ്ക്കൊട്ട് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ നെയ്യുടെ ടേസ്റ്റും കൂടെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. പക്ഷെ നെയ്ക്കൊട്ടൊന്നും നമുക്ക് പോയാൽ പെട്ടെന്നൊന്നും കിട്ടുമല്ലോ. അതൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കണം. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഓരോ ആഗ്രഹമല്ലേ, അത് തിന്നണം ഇത് തിന്നണം എന്നൊക്കെ. നമ്മളെന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇത് ചപ്പാത്തിക്കൊക്കെ പിന്നെ കഴിക്കുന്ന രൂപത്തിലാണ് കേട്ടോ ഞാൻ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ലൂസ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിൻ്റെ കൂടെ ചെറിയൊരു സാലഡും കൂടെ ആക്കാം കേട്ടോ. വേറൊന്നുമല്ല, സാലഡ് എന്ന് പറഞ്ഞാൽ പിന്നെ തൈരും ഉള്ളിയും കറിവേപ്പിലയും തക്കാളിയും കൂടെ മുറിച്ചിട്ട് ചെറിയൊരു സാലഡ് അതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. കപ്പ ബിരിയാണി നമുക്കൊന്ന് കഴിച്ച് കാണിച്ചാലോ? അതിനു വേണ്ടിട്ടാണ് ഈ പ്ലേറ്റ് വെച്ചത്. പ്ലേറ്റ് ഞാൻ റെഡിയാക്കി വെച്ചാ അവർക്കും കൂടെ മനസ്സിലാക്കാം.
ഉണ്ട്, കൈയെല്ലാം ചിലപ്പോൾ പൊള്ളും, സാരമില്ല. യമ്മി. നല്ല ചൂട്. നമുക്ക് ഭക്ഷണത്തിൽ ഊതി കഴിക്കാനും പറ്റൂലല്ലോ. നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇങ്ങനെ എടുക്കുക. കിട്ടുന്നില്ല ഗൈസ്, ചൂട് കാരണം. ഫാനിൻ്റെ അടുത്ത് പോകാം. കപ്പ ബിരിയാണി. ഉച്ചക്ക് ചോറ് വേണ്ട? വേണ്ട. പിന്നെന്താ ഉണ്ട്? കപ്പ ബിരിയാണി ഉണ്ട്, പിന്നെ എന്ത് ചോറ് വന്നിരിക്കുന്നതിൻ്റെ കൂടെ. ഇനി എന്നാ കഴിക്കൽ തുടങ്ങിക്കോളൂ. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും എരിവും പിന്നെ ഇറച്ചിയുടെ ടേസ്റ്റും എല്ലാം കൂടി വന്നപ്പം നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഇതുപോലെ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലല്ലേ. അപ്പം നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു വ്ളോഗാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് വലിച്ചു നീട്ടി സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നും. അത് ഓരോരുത്തരുടെ ശൈലിയാണല്ലോ, അത് നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത്. വ്ളോഗും കൂടി എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.